എഴുത്തോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. രേവതിക്കുട്ടി അലീനയ്ക്ക് വിളിക്കുകയാണ്. അങ്ങനെ രേവതിക്കുട്ടി അലീനയോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്ന്. ആ സമയത്ത് അലീന പറയും ഇവിടെയെല്ലാം നല്ല വിശേഷങ്ങളാണ്. അലീന പറയും ഇവിടെയുള്ള ജോലിക്കാരൊക്കെ പപ്പയെ പറ്റിക്കുകയാണ്. ഇവിടെയുള്ള ജോലിക്കാരെ ഇവിടെ കുക്കിംഗ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇവിടെ തൂത്ത് തുടക്കാൻ വരുന്ന ഒരു സ്ത്രീ ഉണ്ട്, അവർക്ക് കൊടുത്തയക്കും. അതുപോലെ പഴങ്ങളും പച്ചക്കറികളും മീനും ചിക്കനും എല്ലാം ആ സ്ത്രീക്ക് കൊടുത്തയക്കുകയാണ്. അതോ ഏറ്റവും നല്ല ഇത് നോക്കിയിട്ട് മാത്രമേ പപ്പ കഴിക്കുള്ളത്രേ. അപ്പോൾ ഞാനിവിടെയുള്ള പൗലോസ് ചേട്ടൻ, അതായത് പപ്പയ്ക്കും ഞങ്ങൾക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി തരുന്ന പൗലോസ് ചേട്ടനെ ഞാനിവിടെ നിലക്ക് നിർത്തി. പക്ഷേ അത് പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പപ്പ എന്നെ കുറേ ഉപദേശിച്ചു. പക്ഷേ നമ്മൾ ഒരുപാട് തവണ നമ്മളുടെ അനാഥാലയത്തിൽ ഭക്ഷണം കിട്ടാതെ വിഷമിച്ചിരുന്ന ആ നിമിഷങ്ങൾ എനിക്ക് മനസ്സിലോട്ട് ഓടി വന്നു. അതുകൊണ്ട് ഞാൻ പിന്നെയും പ്രതികരിച്ചു. പപ്പയെ ഇപ്പോൾ ഞാനൊന്ന് നിലക്ക് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വല്യപ്പച്ചൻ എൻ്റെ കൂടെ തന്നെ നിൽക്കും. ആ സമയത്ത് രേവതിക്കുട്ടി ചോദിക്കും, അലീന ചേച്ചി എല്ലാവരെയും പെട്ടെന്ന് കയ്യിലെടുക്കാൻ അലീന ചേച്ചിക്ക് കഴിയുമല്ലോ. ഈ വല്യപ്പച്ചൻ എന്ന് പറയുന്നത് അലീന ചേച്ചിയുടെ പപ്പയായിരിക്കും അല്ലേ എന്ന് ചോദിക്കണം. ആ സമയത്ത് അലീന പറയും അതെ, വല്യപ്പച്ചൻക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. വല്യപ്പച്ചൻ്റെ പേര് ഔദക്കുട്ടി എന്നാണ്. ആ സമയത്ത് രേവതിക്കുട്ടി ചോദിക്കും വേറെ ആരൊക്കെയുണ്ട് അലീന ചേച്ചിയുടെ പപ്പയ്ക്ക് എന്ന്. ആ സമയത്ത് അലീന പറയും വല്യപ്പച്ചന് 4 മക്കളാണ്. അതിൽ 3 ആൺകുട്ടികളും പിന്നെ ഒരു പെൺകുട്ടിയുമാണ്. പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. രേവതിക്കുട്ടി ചോദിക്കും അവരെല്ലാവരെയും പരിചയപ്പെട്ടോ. ആ സമയത്ത് അലീന പറയും പരിചയപ്പെട്ടിട്ടില്ല, പക്ഷേ വല്യപ്പച്ചൻ അവരെക്കുറിച്ചെല്ലാം പറഞ്ഞു. പപ്പയുടെ പേര് സ്റ്റാൻലി ജോസഫ്, ലാലച്ചൻ എന്നാണ് പപ്പയെ വിളിക്കുന്നത്. പിന്നെ പപ്പയുടെ താഴെയുള്ളത് ഔസേപ്പച്ചൻ, പിന്നെ അതിൻ്റെ താഴെയുള്ളതാണ് റോബിച്ചൻ, പിന്നെ അതിൻ്റെ താഴെയാണ് ഷെറിന് എന്ന് പറയും. പിന്നീട് രേവതിക്കുട്ടി ചോദിക്കും ഇവരെല്ലാവരും എവിടെയാണ്. ആ സമയത്ത് അലീന പറയും അവരെല്ലാവരും പുനലൂരാണ്. ആ സമയത്ത് രേവതിക്കുട്ടി പറയും പുനലൂരോ, അവിടെയാണ്. രേവതിക്കുട്ടി പറയും അങ്ങനെയാണെങ്കിൽ അലീന ചേച്ചിയുടെ വല്യപ്പച്ചനെ കൊണ്ട് ഷെറിൻ ചേച്ചിയുടെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും പുനലൂർ എന്ന് പറയുന്നത് വലിയൊരു സിറ്റിയല്ലേ, ഇവിടെ എവിടെ വെച്ചിട്ടാണ് ആ ഷെറിൻ ചേച്ചിയെ കുറിച്ച് അന്വേഷിക്കുക. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുക അലീന ചേച്ചി, ചിലപ്പോൾ നടക്കുമായിരിക്കും എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും എങ്കിൽ നീ അവരുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം എനിക്ക് ഫോണിലോട്ട് അയച്ചു താ എന്ന് പറയും. അങ്ങനെ അതെല്ലാം പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ പിന്നീട് ഗ്രേസമ്മയും അതുപോലെ മാമച്ചനും രേവതിക്കുട്ടി ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് മാമച്ചൻ ചോദിക്കും നിൻ്റെ അലീന ചേച്ചി വിളിച്ചിരുന്നോ എന്ന് ചോദിക്കും. ആ സമയത്ത് രേവതിക്കുട്ടി പറയും അലീന ചേച്ചി വിളിച്ചിരുന്നു, അലീന ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ദിവസം അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് എന്ന്. ആ സമയത്ത് മാമച്ചൻ പറയും അതൊക്കെ നീ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് രേവതിക്കുട്ടി പറയും പോകണം, അലീന ചേച്ചിയുടെ പപ്പയൊക്കെ ഒന്ന് നേരിട്ട് കാണാമല്ലോ. പിന്നീട് രേവതിക്കുട്ടി പറയും ഞാൻ ഷെറിൻ ചേച്ചിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഗ്രേസമ്മ ചോദിക്കും നീ എന്തിനാ അത് അവളോട് പറഞ്ഞത്. ആ സമയത്ത് രേവതിക്കുട്ടി പറയും അലീന ചേച്ചിയുടെ വല്യപ്പച്ചൻ്റെ വീട് പുനലൂരാണ്, അപ്പോൾ അദ്ദേഹത്തോട് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതൊക്കെ നീ ഇതിൻ്റെ ഇടയിൽ ഒപ്പിച്ചെടുത്തു എന്ന് ചോദിക്കും മാമച്ചനങ്കൾ. പിന്നീട് ചോദിക്കും ഗ്രേസമ്മ രേവതിക്കുട്ടിയോട് അലീനയുടെ പപ്പയ്ക്ക് ആരൊക്കെ ഉണ്ടെന്ന്. ആ സമയത്ത് രേവതിക്കുട്ടി പറയും 3 സഹോദരങ്ങളാണ്, 2 സഹോദരങ്ങളും അതുപോലെ ഒരു സഹോദരിയുണ്ട്, സഹോദരിയുടെ കല്യാണം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കും എന്താണ് അലീന ചേച്ചിയുടെ വല്യപ്പച്ചൻ്റെ പേരെന്താണ് ഔദക്കുട്ടിച്ചായനോ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞു. സമയത്ത് മാമച്ചൻ പറയും എവിടെയോ കേട്ടിട്ടുള്ളത് പോലെ. ആ സമയത്ത് ഗ്രേസമ്മയും പറയും എനിക്കും അതുപോലെ തന്നെ എവിടെയോ കേട്ടിട്ടുള്ളത് പോലെ തോന്നി. അതുപോലെ അലീനയുടെ പപ്പയുടെ പേരെന്താ നീ പറഞ്ഞിരുന്നത്, സ്റ്റാൻലി ജോസഫ് എന്ന് പറയും രേവതിക്കുട്ടി. അതും എവിടെയോ കേട്ടിട്ടുള്ളത് പോലെ എന്ന് പറയും. ആ സമയത്ത് രേവതിക്കുട്ടി പറയും അലീന ചേച്ചിക്ക് പപ്പയ്ക്ക് 2 സഹോദരന്മാരുണ്ട്, അവർ ഒന്ന് സേപ്പച്ചനും അതുപോലെ റോബിച്ചനും, പിന്നെന്താ ഷെറീനോ അങ്ങനെ എന്തോ പറഞ്ഞു. നിൽക്കുമ്പോൾ ഗ്രേസമ്മയും മാമച്ചനും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കും. ആ സമയത്ത് മാമച്ചൻ പറയും നീ അലീനയ്ക്ക് വിളിച്ചാണ് ചോദിച്ചു നോക്ക്, അലീനയുടെ വീട്ടുപേര് കൊട്ടാരമറ്റത്ത് എന്നാണോ എന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയും. ആ സമയത്ത് രേവതിക്കുട്ടി പറയും ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അലീനയ്ക്ക് വിളിക്കുകയാണ്. രേവതിക്കുട്ടി അങ്ങനെ അലീനയ്ക്ക് വിളിച്ചു ചോദിക്കും. അങ്ങനെ രേവതിക്കുട്ടി പറയും അതെ കൊട്ടാരമറ്റത്തിൽ എന്ന് തന്നെയാണ്. ആ സമയത്ത് ഗ്രേസമ്മ പറയും ഇനി എങ്ങോട്ടേക്കും നമ്മൾ ഷെറിനെ കുറിച്ച് അന്വേഷിക്കാൻ പോകണ്ട, അത് ഷെറിൻ്റെ വലിയ അപ്പനാണ് ഈ ഔദക്കുട്ടിച്ചായൻ. അതുപോലെ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്നത് ഷെറിൻ്റെ ആങ്ങളയുടെ പേരാണ്. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു, ഞാൻ അത്
മാമച്ചനോട് പറഞ്ഞതുമാണെന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഷെറിൻ ചേച്ചിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അലീന ചേച്ചി അന്വേഷിച്ചാൽ മതി എന്ന് പറയുകയാണ് രേവതിക്കുട്ടി. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.